നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത്, നിങ്ങളുടെ ജീവിതം നരകമാക്കി തീർത്ത, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തരത്തിലും സമാധാനവും സന്തോഷവും നൽകാതിരുന്ന ആ വ്യക്തിക്ക് പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കാനായിട്ട് പോകുന്ന തിരിച്ചടി എന്താണ്? പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി ഏറ്റുവാങ്ങിക്കഴിഞ്ഞുള്ള ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെ ദ്രോഹിച്ച, നിങ്ങളുടെ ജീവിതം നരകമാക്കി തീർത്ത ആ വ്യക്തിക്ക് പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി കിട്ടാനായിട്ട് പോകുന്നതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അവർ വിതച്ചത് തന്നെയാണ് ഇനി അവർ കൊയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാണ്ട്സ്, ദ ഹെയറോഫൻറ്റ് എന്നീ 3 കാർഡുകളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം ആ വ്യക്തിക്ക് നൽകാനായിട്ട് പോകുന്ന തിരിച്ചടി വളരെ ആസൂത്രിതവും ശക്തവുമായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചിരുന്ന മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും ആ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു പക്ഷേ അവർ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചിരുന്നത് അവരുടെ പണത്തിലോ പദവിയിലോ സ്വാധീനത്തിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു വലിയ വിള്ളൽ വീഴാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ അവർ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സാഹചര്യങ്ങളോ ഒക്കെ ഓരോന്നോരോന്നായിട്ട് അവരുടെ കയ്യിൽ നിന്നും ചോർന്നു പോകുന്ന അവസ്ഥ പ്രപഞ്ചം കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള അന്തരീക്ഷം വളരെയധികം തർക്കങ്ങളും കലഹങ്ങളും നിറഞ്ഞതായിരിക്കും. അതായത് അവർ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെ അവർക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ്. സമാധാനത്തോടെ ഒരിടത്ത് ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വരുന്നതാണ്. അവരുടെ മനസ്സിലും അതേപോലെ തന്നെ അവരുടെ ചുറ്റുപാടിലുമൊക്കെ വലിയ യുദ്ധങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ആ വ്യക്തി നിങ്ങൾക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്, അതേ ബുദ്ധിമുട്ടുകൾ ഇരട്ടിയായിട്ട് അവർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അന്തസ്സിനും അംഗീകാരത്തിനുമൊക്കെ വലിയ വില നൽകുന്ന വ്യക്തിയാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും അവർക്ക് വലിയൊരു തിരിച്ചടി പ്രപഞ്ചം നൽകും എന്നുള്ളതാണ്. സമൂഹത്തിന് മുന്നിലോ അവരെ ബഹുമാനിക്കുന്ന സ്ഥാപനങ്ങളിലോ നിയമത്തിന് മുന്നിലോ അവർക്ക് തലകുനിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ കടുത്ത തിരിച്ചടിക്ക് ശേഷം ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രപഞ്ചത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് ശേഷം അവരിൽ വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവാനായിട്ടാണ് പോകുന്നത് എന്നാണ് കാണുന്നത്. അതായത് അവർ ഇതുവരെ ജീവിച്ചിരുന്ന ലോകം, അവരുടെ ചിന്താഗതികൾ അതൊന്നും യഥാർത്ഥമല്ല എന്ന വലിയൊരു തിരിച്ചറിവ് അവരിലേക്ക് വന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ അവരിൽ നിലനിന്നിരുന്ന അഹങ്കാരം ഇല്ലാതാവുന്നതാണ്. അതായത് ജീവിതത്തിൽ എനിക്കെല്ലാം അറിയാമെന്നോ എല്ലാത്തിനും മുകളിലാണ് ഞാൻ എന്ന ചിന്തയൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവരെ വിട്ട് പോകുന്നതാണ്. പ്രപഞ്ചശക്തിക്ക് മുന്നിൽ താൻ എത്രയോ നിസ്സാരമാണെന്ന് അവർ തിരിച്ചറിയുന്നതാണ്. അത് ആ വ്യക്തിയെ കൂടുതൽ വിനയമുള്ള, യാഥാർത്ഥ്യബോധമുള്ള ഒരു ആളാക്കി മാറ്റും എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം ആ വ്യക്തിയെ തകർത്ത് കളയുക മാത്രമല്ല ചെയ്യുന്നത്, ജീവിതത്തിലെ വലിയൊരു പാഠം പഠിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കടുത്ത പരീക്ഷണങ്ങൾക്കിടയിലും അവരുടെ കൈകളിലേക്ക് പ്രപഞ്ചം ഒരു പുതിയ തുടക്കത്തിൻ്റെ വിത്ത് വെച്ച് നീട്ടുന്നുണ്ട്. അതായത് പഴയ തെറ്റുകളെല്ലാം തിരുത്തി പൂജ്യത്തിൽ നിന്നും പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള ഒരു ചെറിയ അവസരം അവർക്ക് മുന്നിൽ പ്രപഞ്ചം നൽകുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി വലിയൊരു ആത്മീയതയിലേക്കും ഈശ്വര വിശ്വാസത്തിലേക്കും തിരിയുന്നതാണ്. മുൻപ് അവർ തള്ളിക്കളഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഇനി അവർ ബഹുമാനിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. ഇവിടെ അവർക്ക് പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി കിട്ടിയതിന് ശേഷം
കർമ്മയിൽ അവർ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നതാണ്. അതായത് നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ എന്ന പ്രപഞ്ച നിയമം അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുന്നതാണ്. ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കുന്നതാണ്. ഈ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെ ഫലം അവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് അവർ നിങ്ങളെന്നല്ല ആരെയും ദ്രോഹിക്കാനായിട്ട് മുതിരില്ല എന്നുള്ളതാണ്. നിങ്ങളോട് ചെയ്ത ക്രൂരതകൾക്ക് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതാണ്, നിങ്ങളോട് പ്രായശ്ചിത്തം ചെയ്യുന്നതാണ്. ആ ഒരു തിരിച്ചടിക്ക് ശേഷം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന വ്യക്തി അവർക്ക് നേർവഴി കാണിച്ച് കൊടുക്കാനായിട്ട് പ്രപഞ്ചം നിയോഗിച്ച ഒരു നിമിത്തമായിട്ടായിരിക്കും കാണുന്നത്. മുൻപ് നിങ്ങളുടെ ക്ഷമയും മൗനവുമൊക്കെ നിങ്ങളുടെ ബലഹീനതയായിട്ടായിരുന്നു അവർ കണ്ടിരുന്നതെങ്കിൽ ഇനി അത് നിങ്ങളുടെ ആന്തരിക ശക്തിയാണെന്ന് അവർ തിരിച്ചറിയുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തായിരുന്നു നീതിയും സത്യവുമെന്ന് പ്രപഞ്ചം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ മേൽ ബഹുമാനവും ആദരവുമൊക്കെ തോന്നിത്തുടങ്ങുന്നതാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് ശേഷം ഈ വ്യക്തി നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നതാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയ ബഹുമാനവും സ്ഥാനവുമൊക്കെ നൽകുന്നതാണ്. നിങ്ങളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നതിന് പകരം നല്ലൊരു വ്യക്തിയായിട്ട് അവർ കാണുന്നതാണ്. ഇവിടെ നിങ്ങളെ അത്രമാത്രം ദ്രോഹിച്ച ആ വ്യക്തിക്ക് കർമ്മയുടെ തിരിച്ചടി ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അതിനുശേഷം അവർ നല്ലൊരു വ്യക്തിയായിട്ട് മാറും എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അവർക്ക് തിരിച്ചടി കിട്ടുന്ന ഈ സമയത്ത് അതിൽ പോയി ഇടപെടാനോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കാനോ ശ്രമിക്കാതെ പ്രപഞ്ചത്തിൻ്റെ കർമ്മയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. അവർക്കുള്ള ശിക്ഷ പ്രപഞ്ചം കൃത്യമായിട്ട് നൽകിക്കൊള്ളും. നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ദ്രോഹിച്ചവർക്ക് മുന്നിൽ ശക്തമായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.